ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. നമുക്ക് ബിരിയാണിന്റെ കൂടെയും മന്തിന്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രദ്ധിക്കട്ടോ. എന്നാലേ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാനിത് അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലത്തെ പച്ചമുളക് തന്നെ വേണ്ട എടുക്കാൻ വേണ്ടിട്ട്, ഇതുപോലെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള പച്ചമുളക് തന്നെ വേണ്ട എടുക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു കപ്പോളം പുളിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1/2 കപ്പ് ശർക്കര പാനി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. അതുപോലെ മുഴുവനായിട്ടും കട്ട് ചെയ്യരുത് കേട്ടോ, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ. ഇതാ ഈ രീതിക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. നമ്മളെ മുളകിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കണത്. നിങ്ങൾ പച്ചമുളക് എടുക്കുമ്പം ഇതുപോലുള്ള ഈ ഉണ്ടായിട്ടുള്ള മുളക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. മറ്റേ നീളത്തിലുള്ള പച്ചമുളക് എടുക്കരുത് കേട്ടോ. ഈ അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഉണ്ടായിട്ടുള്ള പച്ചമുളക് തന്നെ വേണ്ടതിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്താ പച്ചമുളക് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് ഒന്ന് മാറ്റി വെക്കാം. ഞാനിത് അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ. പച്ചമുളക് ഇട്ടിട്ട് ചെറുതായിട്ട് ഇന്നാണ് വഴറ്റിയെടുക്കണം കേട്ടോ. പച്ചമുളകിന്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ. കുറെ ആണ്ട് വഴറ്റി എടുക്കൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ മാത്രം മതിയേ. എന്താ പച്ചമുളക് മുഴുവനായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് അതുപോലെ നായി കിട്ടിയാൽ മതിട്ടോ. നമുക്ക് പച്ചമുളക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ ഞാനിതാ പച്ചമുളക് മുഴുവനും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ എന്താ കടുക് ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഇഞ്ചിയും കൂടി ഇതിലേക്കും ചേർത്ത് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ഇഞ്ചിന്റെയും വെളുത്തുള്ളിന്റെ ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതിയേ. നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനെന്താ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീരെ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഇതാ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ പൊടികളെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ മുളക് മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കട്ടോ. നമ്മളെ മുളകില് ആ മസാല ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ. മുളക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് പുളിവെള്ളം ആണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ മുളക് പുളിവെള്ളത്തില് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ. ഇനി മുളക് പുളിവെള്ളത്തിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. നമ്മളെ മുളകൊക്കെ പുളി ഇതൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ മുളക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പുളിവെള്ളത്തിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മളെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ 1/2 കപ്പ് ശർക്കര പാനി എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ. മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ശർക്കര മുളകൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശർക്കര മുളകിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. എന്താ അതുപോലെ ഒന്ന് വറ്റി കിട്ടണേ. അപ്പൊ അത് നമ്മളെ ശർക്കര വെള്ളവും പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മുളകൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നായി കിട്ടിയാൽ മതിട്ട് നമുക്ക്. ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ എൻ്റെ അടുത്ത് ഡിലീറ്റ് ആയി പോയതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞങ്ങളെ കാണിക്കാൻ കഴിയാത്തത്. അപ്പൊ ഇതാ ലാസ്റ്റ് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുളകച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ്.
എരിവും പുളിയും മധുരവും എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. നമ്മുടെ പുളിഞ്ചിന്റെ ഒക്കെ പോലുള്ള ഒരു അച്ചാറാണ്. പുളിഞ്ചിനേക്കാളും ടേസ്റ്റ് ആണ് കേട്ടോ ഈ അച്ചാറിന്. അതുപോലെ തന്നെ നമുക്ക് ബിരിയാണിന്റെ കൂടെയും മന്തിന്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാർ കൂടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ എല്ലാവരും മുളക് കൊണ്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊന്ന് അറിയിക്കണേ. അപ്പൊ ഇന്നത്തെ നമ്മളെ മുളകച്ചാറിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.